ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു റോസൂസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വെറും 3 ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ഇത്. ടിക്ടോക്കിലൊക്കെ ലോക്ക്ഡൗൺ ടൈമിന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സാധാരണ റോബസ്റ്റ പഴം, അതേപോലെ ഒരു ചോക്ലേറ്റിൻ്റെ ഇതും. അത് ഏത് ചോക്ലേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കാഡ്ബറിയുടെ ചോക്ലേറ്റ്സ് എടുത്താൽ നന്നായിരിക്കും. ഇതേപോലെ ഞാൻ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. 4 പഴം വന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് 4 പഴം ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയുള്ള ഒരു പരന്ന ട്രേയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വട്ടത്തിൽ വലിയ പാത്രമില്ലേ, ആ പാത്രത്തിലാണെങ്കിലും അരിഞ്ഞാൽ മതി. അപ്പം ഇതിൽ അരിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ പാത്രത്തിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തണുപ്പിക്കാൻ വെച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. നമുക്ക് എടുക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ രീതിയിൽ നല്ല കട്ടയായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ തന്നെ നമ്മൾ വെക്കുന്നത്. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. പഴം അത്ര സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. അപ്പം നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കട്ടയാക്കി ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രെയിൽ നിന്ന് വിടിയിച്ചെടുക്കാം നമുക്ക്. എന്നിട്ടൊന്നൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ 4 പഴമുള്ളതല്ലേ, അപ്പം അത്രയും അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ജാറ് തന്നെ വേണം. ഇതിലേക്ക് നമ്മുടെ ഡയറി മിൽക്ക് ഏത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നട്ട്സ് ഉള്ളതോ ഇല്ലാത്തത്. ഇപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലാത്തതാണ്, ക്യാരമലിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ കുഞ്ഞിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്രീസറിൽ പഴം വെച്ചതുകൊണ്ടാണ് അത്രയും പതഞ്ഞ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല കട്ടിയായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കണം. മൂടി വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ ആയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ആണെങ്കിലും മതി. നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കുക. അതാകുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്നും വന്ന് തട്ടില്ല. നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അതിൽ വെള്ളമൊക്കെ, മൂടിയുടെ അവിടെ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, ആ വെള്ളമൊക്കെ നമ്മുടെ ഐസ്ക്രീമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണെങ്കിലും ഒന്ന് മൂടിയിട്ട് ചെയ്യുന്നത്. നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫ്രീസറിൽ ഓവർനൈറ്റ് വെച്ചായിരുന്നു. ഓരോരുത്തരുടെ ഫ്രീസറിൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും. ചിലർക്കൊക്കെ 6 മണിക്കൂർ 5 മണിക്കൂറിലൊക്കെ ആകുന്ന ഫ്രീസറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിത് എടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റോളം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതുപോലെ കമത്തി കൊടുത്തിട്ടൊന്ന് സെർവ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സാധാരണ നൈഫ് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. പുറമേ ഞാൻ ചോക്ലേറ്റിൻ്റെ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടോപ്പിംഗ് ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ പുറമേ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതൊന്നും നിങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക്